ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ യോജിച്ചവരല്ല. എനിക്ക് പറ്റിയ ഒരു ഭാര്യയല്ല ഇവൾ, എനിക്ക് പറ്റുന്ന ഒരു ഭർത്താവല്ല ഇവൻ. എന്തിന് അവർക്ക് പറയാനുള്ള തത്വങ്ങൾ? അവൾ വളർന്ന സാഹചര്യം വേറെ, ഞാൻ വളർന്ന സാഹചര്യം വേറെ, അവളുടെ ഉമ്മ അവളെ വളർത്തിയ രൂപം വേറെ, അവളുടെ വീട്ടിലെ ചുറ്റുപാടുകൾ വേറെ, ഞാൻ ഗൾഫിലായിരുന്നു, ഇവൾ നാട്ടിലായിരുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? ഇതൊക്കെയാണോ സുഹൃത്തുക്കളെ ദാമ്പത്യ പ്രശ്നങ്ങളുടെ കാരണം? ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ തന്നെ വൈരുദ്ധ്യല്ലേ? എന്നിട്ട് എന്താ ഒന്നിച്ചു പോണില്ലേ? വിയോജിപ്പുകൾക്ക് ചില മേഖലകൾ ഉണ്ട് എന്നതല്ല വിവാഹത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള കാരണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഭാര്യ ഇന്നു മുതൽ എല്ലാ ബുദ്ധിയും നഷ്ടപ്പെട്ട് ഒരു തനി മാനസിക രോഗിയായി. നിങ്ങളുടെ ഒരു വികാരവും അവൾക്ക് തിരിച്ചറിയാനാവില്ല, നിങ്ങൾ ഒരു നിലക്കും പരിഗണിക്കാനാവില്ല. എങ്കിൽ പോലും നിങ്ങൾ അവളെ പ്രിയപ്പെട്ടവളായി കൂടെ നിർത്തി ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റി നിർത്തി അവളെ മരണം വരെ പരിചരിച്ച് അവളോടൊപ്പം നിൽക്കും. ഒന്നും കിട്ടണ്ട, അവളെ ഒരു പരിഗണന കിട്ടണ്ട, ഒരു ചായ പോലും അവൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരണ്ട. അവിടെ നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സ്നേഹല്ലേ, ആ സ്നേഹത്തിന് അതിജീവിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സ്നേഹത്തിന് അതിജീവിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇഷ്ടമുണ്ടോ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ സ്നേഹം ഉണ്ടാക്കിയാൽ മതി, വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇനി സ്നേഹവും നിങ്ങൾ ഉണ്ടാക്കേണ്ട, അത് അള്ളാഹു ആണിനും പെണ്ണിനും കൊടുത്തതാണ്. അതിനെ ഒന്ന് വളരാൻ സമ്മതിച്ചാൽ മാത്രം മതി, അത്ര ആവശ്യം.